ഹലോ, ഇന്നത്തെ വീഡിയോ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു മിൽക്ക് ഷേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പാക്ക് പാല്, പിന്നെ അതുപോലെ ഈ ഒരു മിൽക്ക് ഷേക്കിൻ്റെ മിക്സറും, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോൾഡൻ ബദാം മിൽക്ക് ഷേക്ക് മിക്സ്. അപ്പോൾ ഇതുമ്മ തന്നെ എഴുതിയിട്ടുണ്ട് നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ 400 ഗ്രാമിൻ്റെയാണ്. അപ്പോൾ ഇതിന്ന് കുറേശ്ശായിട്ട് ആവശ്യത്തിന് എടുത്ത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ദിവസം നമുക്ക് ഇത് ഉപയോഗിച്ചെടുക്കാം. ഇതൊരു കുപ്പിയിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു പാക്ക് പാല് ഫ്രീസറിൽ വെച്ച് നന്നായി കട്ടയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ 525 ml ഈ ഒരു ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി ഈ ഒരു പാലുണ്ടല്ലോ, പാലിൻ്റെ ഈ ഒരു പാക്ക് ഇത് മുഴുവനായിട്ടും നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഉടച്ചെടുക്കുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാൻ പറ്റിയ ഒരു പാകമായാൽ അത്രയും മതി. എന്നിട്ട് ഇതാ മുഴുവനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബദാം മിൽക്ക് ഷേക്കിൻ്റെ ഈ ഒരു പൗഡർ ഇത് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ, ഈ പാക്ക്. അപ്പോൾ ഇതാ ഏകദേശം പാൽപ്പൊടിയുടെ അതുപോലെയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ 200 ml പാലിന് 2 ടീസ്പൂണാണ് അളവ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ 525 ml പാലാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ടും എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 5.5 ടീസ്പൂണ് അളവാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര എത്രയാണ് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു മിൽക്ക് ഷേക്കിൻ്റെ ഈ ഒരു പൊടി ഉണ്ടല്ലോ, അത് എത്രയാണ് ചേർത്തത് അതേ അളവ് തന്നെ പഞ്ചസാരയും ചേർക്കാം. അപ്പോൾ ഒരു പാക അളവ് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ 5.5 ടീസ്പൂൺ അളവിന് തന്നെ പഞ്ചസാരയും ചേർക്കുകയാണ് കേട്ടോ. ഇനി മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതെന്തായാലും നല്ല പാകമുള്ള അളവാണ്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നേരെ അങ്ങോട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇത് കണ്ടോ, നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് കണ്ടോ, നല്ല ഐസ്ക്രീമിൻ്റെ പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ ബൂസ്റ്റ് കൂടെ അതിൻ്റെ മുകളിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, അടിപൊളി ടേസ്റ്റുമാണ്.